നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വരും വർഷങ്ങളിൽ കേരളത്തിലെ ബി.എഡിന്റെ സ്ട്രക്ചർ തന്നെ മാറുന്നതിനെ കുറിച്ചാണ് 2-3 വീഡിയോകളിലായി നമ്മൾ പറഞ്ഞു വന്നത്. അതിനോടനുബന്ധിച്ചുള്ള ജോലി സാധ്യതകളെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ കമന്റ് ബോക്സിൽ കണ്ടു. പ്രധാനമായിട്ടും എം.എഡ് കഴിഞ്ഞാൽ ഉപയോഗം ഉണ്ടാവുമോ, അല്ലെങ്കിൽ കൂടുതൽ ജോലി സാധ്യത ഉണ്ടാവുമോ എന്നൊക്കെയായിരുന്നു ചോദ്യം. ഇതിന് വ്യക്തമായിട്ട് ഒരു ഉത്തരം പറയുക, ജോലി സാധ്യത ഉണ്ടാകും എന്ന് പറയാനോ അല്ലെങ്കിൽ ജോലി സാധ്യത ഇല്ല എന്ന് പറയാനോ കഴിയാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം ഏകദേശം കേരളത്തില് 188 ബി.എഡ് കോളേജുകളും അതുപോലെ 201 ഗവൺമെന്റ് കോളേജുകൾ ഉൾപ്പെടെ 201 ടി.ടി.സി കോളേജ്, അതായത് DLED കോളേജുകളുമാണ് ഉള്ളത്. ഇത്രയും സ്ഥാപനങ്ങളിലൊക്കെ തന്നെ എം.എഡ് കഴിഞ്ഞ് മിക്കവാറും നെറ്റ് ക്വാളിഫൈ ചെയ്ത അധ്യാപകരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലയിടത്തും നെറ്റിന്റെ നിർബന്ധമില്ല. കാരണം 2017 മുതലുള്ള അപ്പോയിന്റ്മെന്റുകൾക്കാണ് സെൽഫ് ഫിനാൻസിങ്ങിലായാലും നെറ്റ് ബാധകമായി വന്നത്. അപ്പോൾ അതിനു മുന്നേ കോളേജുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടീച്ചേഴ്സിന് നെറ്റ് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പല കോളേജുകളിലും നെറ്റ് ഇല്ലാതെയും ഒക്കെ എം.എഡ് ഉള്ള അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളിലായി ഒരു സ്ഥാപനത്തിന് മിനിമം 8 ആണ്. ബി.എഡ് കോളേജുകളെ സംബന്ധിച്ച് ഇപ്പോൾ 50 സീറ്റുള്ളവിടത്ത് 8 ടീച്ചേഴ്സിൻ്റെയാണ് ആവശ്യം വരുന്നത്. അപ്പോൾ അത്രയും എണ്ണം വെച്ചിട്ട് കേരളത്തിൽ ഒട്ടുക്ക് ബി.എഡ് കോളേജുകളിലെ അധ്യാപകരുണ്ട്. ഈ ഇത്രയും സ്ഥാപനങ്ങളിൽ, ഈ 188 സ്ഥാപനങ്ങളിൽ ഏതൊക്കെ ഇൻ്റഗ്രേറ്റഡിലേക്ക് മാറും എന്നിനി നമുക്ക് വരുന്ന കാലത്ത് മാത്രമേ അറിയാൻ കഴിയൂ. 2-3 വർഷത്തിനുള്ളിൽ എത്ര കോളേജുകളിലേക്ക് ഇൻ്റഗ്രേറ്റഡ് അനുവദിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു 2028 കൂടി ഇപ്പോൾ നടന്നു വരുന്ന 2 വർഷത്തെ കോഴ്സ് ഏകദേശം അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. DLED അടുത്ത വർഷം മുതൽ തന്നെ നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകരുടെ ജോലിയുടെ സ്ഥിരത അല്ലെങ്കിൽ ജോലി സാധ്യത എന്താകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ പലരും ഇപ്പോൾ ബി.എഡ് കഴിഞ്ഞ കുട്ടികളും PG ഒക്കെ കഴിഞ്ഞവർ പലരും ചോദിക്കുന്നുണ്ട്, എം.എഡ് ചെയ്താൽ ജോലി സാധ്യത ഉണ്ടാവുമോ എന്നുള്ളത്. ജോലി സാധ്യത ഉണ്ട്, ശരി തന്നെയാണ്. നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ബി.എഡ് ആരംഭിക്കുമ്പോൾ പല നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെയും പാർട്ടായിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എം.എഡും അതുപോലെ നെറ്റ് വളരെ കമ്പൽസറി ആണ്. നെറ്റും ക്വാളിഫൈ ചെയ്തിട്ടുള്ള അധ്യാപകരുടെ ആവശ്യം വരുന്നുണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് വരുമ്പോൾ അതിനുമൊക്കെ PhD ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് പ്രിഫറൻസ് കൂടുതലും ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഡ്യൂക്കേഷൻ്റെ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ PhD നമ്മളെ കേരള യൂണിവേഴ്സിറ്റി തന്നെ അവാർഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് ജോലി സാധ്യത കൂടുകയല്ലേ എന്ന് ചോദിച്ചാൽ കൂടുക തന്നെയാണ്. പക്ഷേ ഇത്രയും സ്ഥാപനങ്ങളിൽ ഏതൊക്കെ നിലനിൽക്കും എന്നുള്ളൊരു സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ അധ്യാപകരുടെ ജോലി പോകാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് പലരും ഈ ഒരു ഇൻ്റഗ്രേറ്റഡിലേക്ക് മാറുന്ന സ്ഥലങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിലബസ് പഠിപ്പിച്ച് തഴക്കമുള്ള ടീച്ചേഴ്സിനെ ആയിരിക്കും കൂടുതലും മാനേജ്മെൻറ്റുകൾ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. കാരണം ബി.എഡിന്റെ അക്കാഡമിക് കലണ്ടർ അല്ലെങ്കിൽ അക്കാഡമിക് സ്ട്രക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് നമ്മൾ വെറുതെ വന്ന് സിലബസ് പഠിപ്പിച്ച് പോകേണ്ട ഒരു കോഴ്സല്ല. അതിൽ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ശരിക്കും പറഞ്ഞാൽ കോളേജുകളിലെ എല്ലാ ദിവസവും ഒരു പ്രോഗ്രാമെങ്കിലും കണ്ടക്ട് ചെയ്യേണ്ടുന്ന അവസ്ഥയാണ് നമ്മുടെ സിലബസ് പ്രകാരം. അപ്പം അങ്ങനെ അത് ശീലിച്ചിട്ട് വന്ന അധ്യാപകരെ ആയിരിക്കും കൂടുതലായിട്ട് കോളേജുകാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരാളിനെ അപ്പോയിന്റ് ചെയ്യുന്നതിനേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനെ അവർ പ്രിഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് എൻ്റെ ഒരു വ്യൂ ആണ്. നിങ്ങൾ അതിനോട് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അത് നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പോൾ ജോലി സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലി സാധ്യത ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് ഓപ്പണിംഗ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ഭാഗത്ത് ഒരു കൂട്ടം അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരും കൂടുതലായി പുതിയ ജോലിക്ക് ശ്രമിക്കാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കോമ്പറ്റീഷൻ ഈ ഫീൽഡിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എം.എഡ് ചെയ്യുന്നവരും പുതിയതായിട്ട് എം.എഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം എവിടെ ചെന്നാലും അത് അറ്റൻഡ് ചെയ്യാൻ കഴിയും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എം.എഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ നെറ്റ് ബേസ് ചെയ്തിട്ടുള്ള കോച്ചിങ്ങിന് ചേരുക. അതിനോടനുബന്ധിച്ച് PhD രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഹയർ എഡ്യൂക്കേഷൻ, അതിനോടനുബന്ധിച്ചുള്ള ഹയർ ക്വാളിഫിക്കേഷൻസ് നേടാനായിട്ട് ശ്രമിക്കുക. പിന്നെ പലരും ഡിസ്റ്റൻസ് ഡിഗ്രികളൊക്കെ എടുത്തവരാണ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ പലർക്കും ഇല്ലാതിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഈ വരുന്ന 2 വർഷത്തിനുള്ളിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള
ഏതെങ്കിലും ഡിസ്റ്റൻസ് കോഴ്സുകൾ ചെയ്യാനുണ്ടെങ്കിൽ ശ്രമിക്കുക. കാരണം ആ ഒരു ഗ്യാപ്പിനുള്ളിൽ നമ്മൾ ക്വാളിഫൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും അത് ഈ ജനറൽ പേപ്പറുകൾ പഠിപ്പിക്കുന്നവർക്കാണ് ആ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ BEdന്റെ ആ ഒരു സ്ട്രക്ചറിൽ വന്നിരുന്നത്. സോഷ്യൽ സയൻസ് ഒക്കെ പഠിച്ചിരുന്നവർക്ക് കൂടുതലായിട്ട് പ്രിഫറൻസ്, സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ്, ഇപ്പോൾ സോഷ്യോളജി, ഫിലോസഫി, സൈക്കോളജി ഇതൊക്കെ പഠിച്ച് വന്നവർക്ക് MEd ഉണ്ട് അല്ലെങ്കിൽ നെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജനറൽ പേപ്പർ പഠിപ്പിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളിൽ നിന്നുമൊക്കെ എമ്മഡും അതുപോലെ MAയും ഒക്കെ കരസ്ഥമാക്കിയവരുണ്ട്. അവർക്കൊക്കെ തന്നെ പലർക്കും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ പുതിയതായി ഒരു കോഴ്സ് കൂടി ചെയ്ത് നമ്മുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് വരുന്നതോടുകൂടി സ്കൂളുകളിലേക്കുള്ള പോസ്റ്റിംഗ് എങ്ങനെയായിരിക്കും, അത് LPയിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യും, UPയിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യും, ആർക്കൊക്കെ ഹൈസ്കൂൾ കിട്ടും എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 സെക്ഷനായിട്ടാണ് 4 തരത്തിലാണ് BEd വരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ 4 തരത്തിലും ഒന്നിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഈ ചോദ്യമൊക്കെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അടുത്ത് വരുന്ന അവരുടെ ഡിസ്കഷനിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് എത്തട്ടെ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബ്ബ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ട്. ഇത്തരം സംശയങ്ങൾക്കൊക്കെ തന്നെ മറുപടി ഞങ്ങളുടെ ചാനലിലുണ്ടാവും. ഏവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.